ബൈബിളിലെ പുസ്തകങ്ങളിൽ കൂടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഏത് നിലയിലാണ് ചിത്രമാക്കിയിട്ടുള്ളത് എന്നുള്ള പഠന പരമ്പരയുടെ ആ ഷോർട്ട് വീഡിയോ സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ചിന്തിക്കുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. അവിടെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ അതിന്റെ 8-ാം അധ്യായത്തിൽ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ എന്ന് പറഞ്ഞാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. വിസ്ഡം പേഴ്സോണിഫൈഡ് എന്നാണ് വേദപഠിതാക്കൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ദൈവത്തിന്റെ ജ്ഞാനത്തിന് ആളത്വം കൽപ്പിച്ച് പറയുകയാണ്. ദൈവം പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ എന്നെ ഉളവാക്കി എന്ന് പറഞ്ഞ് വിവരിക്കുമ്പോൾ ദൈവ സൃഷ്ടിയുടെ പിറകിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നു എന്ന് അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാകുന്നു. അങ്ങനെ വരുമ്പോൾ ആ ദിവ്യമായ ജ്ഞാനം കർത്താവായ യേശുക്രിസ്തു ആണെന്നാണ് സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: അവൻ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധീകരണവും നീതീകരണവും അതുപോലെ തന്നെ ജ്ഞാനവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തു. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് പ്രസ്താവിച്ചു. കർത്താവായ യേശു ദൈവ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രഭാവമാണ്. ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ ജ്ഞാനം അതിന്റെ സകല സമ്പൂർണതയോടുകൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. അവൻ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് ജ്ഞാനവും നീതീകരണവും വീണ്ടെടുപ്പുമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവ്യമായ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ജ്ഞാനം കർത്താവായ യേശുക്രിസ്തു തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയ ദിവ്യജ്ഞാനത്തിന്റെ പ്രശോഭിതമായിരിക്കുന്ന പരിവേഷം ക്രിസ്തുവിന്റെ ആളത്വത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ സംസാരിച്ച ജ്ഞാനത്തോട് കരുതി നൽകുവാൻ ആർക്കും കഴിയാതെ വണ്ണം അവൻ ജ്ഞാനത്തിന്റെ നിറകുടമായിരുന്നു എന്ന് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നു. പ്രിയമുള്ളവരെ, തന്റെ ജ്ഞാനത്തോടെ ആകാശത്തെ വാർത്ത ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ച ജ്യോതിർമയങ്ങളായിരിക്കുന്ന നക്ഷത്രങ്ങളെ ആകാശത്തിൽ വിരിച്ച ഭൂമിയിൽ ജീവനെ നിലനിർത്തുന്ന മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ സംരക്ഷണത്തെ നിരന്തരമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുലർത്തിപ്പോരുന്ന ദൈവത്തിന്റെ സർവ്വജ്ഞാനമാണ് കർത്താവായ യേശു.